ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യെശയ്യായുടെ പ്രവചനം 33:2. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവചനം 38-17 തിരുവചനം. എന്റെ കഠിന വേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങയുടെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എന്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, നല്ല കൈയടി. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് നന്നായിട്ട് കൈയടിച്ചേ. യോനാ പ്രവാചകന്റെ പ്രാർത്ഥനയുണ്ട്. യോനാ പ്രവചനം 2-2 തിരുവചനം. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. എന്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ അവസ്ഥ ഏതു തന്നെയാണെങ്കിലും യോനാ പ്രവാചകനെ പോലെ നീയും വിളിക്കണം, നീയും ആഗ്രഹിക്കണം. ദൈവമേ, നിന്റെ ശക്തി എന്നിൽ വെളിപ്പെടട്ടെ. നന്നായിട്ട് കൈയടിച്ചേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ചെങ്കടലും മുന്നിലാകുമ്പോൾ, ആമേൻ, പിൻവാതിലും അടഞ്ഞിടുമ്പോൾ, യേശുവേ ചെങ്കടലും മുന്നിലാകുമ്പോൾ, കർത്താവേ, പിൻവാതിലും അടഞ്ഞിടുമ്പോൾ സംഭവിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഇടപെടട്ടെ. ചെങ്കടലിൽ വഴിയൊരുക്കി യേശുവേ, യേശുവിന്റെ മുന്നിൽ പോയിടും. ആമേൻ, ആമേൻ. ചെങ്കടലിൽ വഴിയൊരുക്കി യേശുവിന്റെ മുന്നിൽ പോയിടും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. ശത്രുഭാവി വരുന്നെങ്കിലും, ആമേൻ, പരിചയായ എന്റെ നാവിൻ മുന്നിലായുണ്ട്. ഇല്ല ഭീതി എന്നിൽ ലേശവും, എന്നെ സൂക്ഷിച്ചിടാൻ യേശുവുണ്ട്. ശത്രുഭാവി വരുന്നെങ്കിലും വിശ്വസിക്കുന്നു. മുന്നിലായുണ്ട്. ഓരോ വ്യക്തിയും ദൈവശക്തി വെളിപ്പെടുന്നു. എന്നെ സൂക്ഷിച്ചിടാൻ യേശുവുണ്ട്. കരങ്ങൾ ഉയർത്തി യേശുവേ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രണ്ട് കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൽത്താരയിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ദൂരങ്ങളിൽ നിന്ന് കൊണ്ടുണ്ടല്ലോ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ രണ്ട് കരങ്ങളും യാചനാപൂർവം നീട്ടിപ്പിടിച്ച് കണ്ണടച്ചോളൂ. ഈ നീട്ടിയ കൈകൾ ശൂന്യമാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ ശൂന്യതയിൽ അങ്ങ് നിറവ് നൽകും. ഞങ്ങളുടെ സങ്കടത്തിൽ അങ്ങ് ഇടപെടും, ഞങ്ങളുടെ കഷ്ടതയിൽ അങ്ങ് ഇടപെടും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4-17 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 4:17. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നീട്ടിയ കൈകൾ പിടിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഈ കഷ്ടത, ഈ ദുഃഖം, ഇത് മാറും. വിശ്വസിച്ച് പറ. ഓരോരുത്തരും അത് വിശ്വസിച്ച് പറ. ഇത് മാറും. നാഹൂം പ്രവചനം 1-7 തിരുവചനം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. യെസ്, അത് വിശ്വസിക്കൂ. എൻ്റെ കുടുംബത്തിൽ മാറ്റമുണ്ടാകും. യെസ്, എൻ്റെ മകനിൽ മാറ്റമുണ്ടാകും. അമ്മേ, അങ്ങനെ തന്നെ വിശ്വസിച്ചോ. എൻ്റെ മകളിൽ മാറ്റമുണ്ടാകും. പ്രാർത്ഥിച്ചോ. എൻ്റെ ജീവിത പങ്കാളിയിൽ മാറ്റമുണ്ടാകും. എൻ്റെ കഷ്ടതയ്ക്ക് മാറ്റമുണ്ടാകും.
റോമാലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടത ഇതെൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് എൻ്റെ സങ്കടം ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സഹോദരാ, ഇത് നിനക്കുള്ള വചനമാണ്, വിശ്വസിച്ചോളൂ. ഈ സഹനം, ഈ കഷ്ടത വെറുതെ കളയണ്ട. ഇത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. റോമാലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം. കഷ്ടത സഹനശീലം ആത്മീയ ധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. യെസ് കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത ഒരു സഹനശീലം എനിക്ക് സമ്മാനിക്കുന്നു. ഈ സഹനശീലം എനിക്ക് ആത്മധൈര്യം നൽകുന്നു. ഈ ആത്മധൈര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു. കർത്താവെ, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഹെബ്രായ ലേഖനം 2:18, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 18. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. എൻ്റെ സഹോദര, നീ വിശ്വസിക്കൂ, നിന്നെ സഹായിക്കാൻ കർത്താവിന് പറ്റും. കാരണം ഈശോ ഇതുപോലെ സഹന വഴികളിലൂടെ കടന്നുപോയവനാണ്, ഒറ്റപ്പെടലിലൂടെ കടന്നുപോയവനാണ്, അവഗണനയും കണ്ണുനീരുമൊക്കെ അനുഭവിച്ചവനാണ്. കൂടെ ആരും സഹായമില്ലാതെ കരഞ്ഞിട്ടുണ്ട് ഈശോ. ഗെത്സമീൻ തോട്ടത്തിൽ അവൻ്റെ കരച്ചിലിൻ്റെ അർത്ഥം അതാണ്. ജീവിതത്തിൽ പല വഴികളിൽ നിന്നേക്കാളും വലുതായി മുറിവേറ്റവനാണ്, പരീക്ഷിക്കപ്പെട്ടവനാണ് ഈശോ. ആ ഈശോ നിന്റെ കൂടെയുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 14-ാം തിരുവചനം. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, അസ്വസ്ഥരാവുകയും വേണ്ട. ഇത് വിശ്വസിച്ചേറ്റെടുത്തേ. നമ്മൾ സഹിക്കുന്ന സഹനം മറ്റുള്ളവർ ബോധപൂർവം നമ്മളെ പീഡിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സങ്കടം. എന്നാലും ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു ഈ കഷ്ടത, ഈ ക്ലേശം, ഈ സഹനം, ഈ ദുഃഖം ഇതെനിക്ക് അനുഗ്രഹമായി മാറുന്നു. എൻ്റെ കർത്താവ് എന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. കർത്താവേ, ഞാനത് ഏറ്റെടുക്കുന്നു. ആ നീട്ടിപ്പിടിച്ച കൈകൾ ഒന്ന് കൂപ്പിപ്പിടിച്ചേ എന്ന് പറഞ്ഞാൽ അത് കർത്താവിന് കൊടുത്തു. കരങ്ങൾ കൂപ്പി ഹൃദയത്തോട് ചേർത്താണ് വെക്കുന്നത്. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ കർത്താവേ, എൻ്റെ കഷ്ടതയും എൻ്റെ ക്ലേശവും എല്ലാം ഞാൻ എൻ്റെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. എനിക്കറിയാം അങ്ങ് എന്നിൽ ഇടപെടുന്നു. എനിക്കറിയാം അങ്ങ് എൻ്റെ വീട്ടിലെ ഓരോരുത്തരിലും ഇടപെടുന്നു. എനിക്കറിയാം എൻ്റെ ജോലിയിൽ അങ്ങ് ഇടപെടുന്നു. എനിക്കറിയാം എൻ്റെ ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ അങ്ങ് ഇടപെടുന്നു. എനിക്കറിയാം എൻ്റെ ആത്മീയ മേഖലയിൽ എൻ്റെ കൂട്ടുകെട്ടിൽ അങ്ങ് ഇടപെടുന്നു. എനിക്കറിയാം അങ്ങ് എന്നെ വിശുദ്ധീകരിക്കുകയാണ്. കർത്താവെ, നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റെടുക്കണം, വിശ്വസിക്കണം. കർത്താവെ, ഇന്നോളം നടത്തിയവനെ ഇനിയും നടത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒച്ചത്തിൽ പറഞ്ഞ കരങ്ങൾ കൂപ്പി ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ അങ്ങനെ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. 2 ദിനവൃത്താന്തം 7:15. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരനെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹെബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 2-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം ഒന്ന് വായിക്കാം. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. എന്നിട്ട് കണ്ടിന്യൂ വായിച്ചോ. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രദ്ധിച്ചേ, ഒന്നും കൂടെ ശ്രദ്ധയോടെ വായിച്ചേ. അത് എന്തിനാണ്? മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിശാചിന്റെ വലിയൊരു ആയുധമാണ് ഏത്? ഭയം. പലതരം ഭയങ്ങളുണ്ടല്ലോ അല്ലേ? നമ്മൾ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് കൂടുതലൊക്കെ സംസാരിക്കുന്നത്. പലതരം ഭയങ്ങൾ മനഃശാസ്ത്രത്തിലൊക്കെ പഠിപ്പിക്കും. മോർ ദാൻ 200 ടൈപ്സ്. അതിനെ ഫോബിയ എന്നൊക്കെ വിളിക്കും. പലതരം ഭയങ്ങൾ. നിസ്സാരപ്പെട്ട കാര്യങ്ങളെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഭയപ്പെടുന്നൊരവസ്ഥ. ഈ ഭയം ആരുടെ ആയുധമാണ്? സാത്താന്റെ ആയുധമാണ്. ഭയം വന്നാലുണ്ടല്ലോ നമ്മൾ എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വലിയാൻ തുടങ്ങും. ഭയം, പേടി, അസ്വസ്ഥത, പിന്നെ സന്തോഷമില്ല, സ്വാതന്ത്ര്യം തീർന്നു. ഭയം, ഉള്ളിൽ ഭയം, ഒറ്റയ്ക്ക് നടക്കാൻ ഭയം, ഒരു സ്ഥലത്ത് പോകാൻ ഭയം, തുറന്ന സ്ഥലങ്ങളെ ഭയം, അല്ലെ? പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങളിൽ ഏറ്റവും വലിയൊരു ഭയത്തിന്റെ മേഖലയാണ് മരണഭയം. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേർക്കുണ്ടായൊരു മേഖലയാണ് മരണഭയം, അല്ലേ? ചത്തുപോകുമോ എന്നുള്ള പേടി, മരണഭയം. ഏതൊരു ഭയത്തെയും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസായിട്ട് ഈ ഒരു ഭയമുണ്ട്. ഏത് ഭയം? മരണഭയം. അപ്പൊ സാത്താന്റെ വലിയൊരു ടെക്നിക്കാണ് നിന്റെ ഉള്ളിൽ ഇതങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് നിന്നെ അങ്ങോട്ട് നശിപ്പിക്കുക, മരണഭയം കൊണ്ട് ഇടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഈ വചനം ഒന്ന് വായിച്ച്, ഇപ്പൊ വായിച്ച വചനം ഒന്നും കൂടെ വായിച്ച്. അത് മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ പിശാചിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് തിരിച്ചറിയണം. എന്താണ് യേശുവിന്റെ ശുശ്രൂഷ ജീവിതം എന്ന് ചിന്തിച്ചാൽ കൃത്യം വ്യക്തമാണ്. സാത്താനെയും അവന്റെ ചിന്തകളെയും അവന്റെ ധാരണകളെയും തകർത്തെറിയുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ഒരു ശുശ്രൂഷ ജീവിതം. ഈ ശുശ്രൂഷയിലാണ് ആര് പങ്കുപറ്റുന്നത്? നമ്മൾ ഓരോരുത്തരും. ഇത് കുറച്ച് അച്ഛന്മാരും കന്യാസ്ത്രീമാരും ധ്യാന ഗുരുക്കന്മാരും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് നമ്മളെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ പൗരോഹിത്യ ജീവിതം. നമ്മളെല്ലാവരും പുരോഹിതരാണ്. നിന്റെ വീട്ടിലെ പുരോഹിതനാണ് നീ. നിന്റെ വീട്ടിലെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അപ്പം നമ്മുടെ കടമയാണ് നമ്മൾ ജീവിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ സാത്താനെ തോൽപ്പിക്കുക എന്നുള്ളത്. പിശാച് നിന്നെ കണ്ട് ഭയക്കണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പിശാച് നിന്നെ കണ്ട് ഭയക്കണം. പിശാച് നിന്നെ കണ്ട് ഭയക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15. 15 തിരുവചനം. കൊളോസോസ് 2:15.
ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. കണ്ടോ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്നോട്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചോ കേട്ടോ. ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞ് ആധിപത്യങ്ങളെയും ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നല്ല ഒച്ചത്തിൽ പറ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കണം. യെസ്, ദിസ് ഈസ് ദ മിഷൻ ഓഫ് മൈ ജീസസ്. ഈ മിഷൻ, ഈ ശുശ്രൂഷയാണ് ഞാനും ചെയ്യേണ്ടത്. യേശു കുരിശിൽ സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു രക്ഷയുടെ വഴി തുറന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, ഈ രക്ഷയുടെ വഴിയിലാണ് ഞാനും പങ്കുപറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ സാത്താനെ നീ തോൽപ്പിക്കണം. നീ സാത്താനെ പേടിച്ചോടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാമോദീസ ജലം നിന്റെ തലയിൽ വീണതാണ്. അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിക്കണം, നിന്റെ ഉള്ളിൽ അതിന് തക്കവണ്ണം ഒരു ആത്മീയ ശക്തി വളർത്തിയെടുത്താൽ സാത്താനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെന്ത് വേണം? പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ ജീവിക്കുന്ന ആ മണ്ണിൽ ഉയരട്ടെ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാരം, ഒരു പൈശാചിക പീഡ, എന്തെങ്കിലും ഒരു ശത്രുക്കളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മണ്ണ് വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ മണ്ണിലിരുന്ന് നന്നായി പ്രാർത്ഥിച്ചാൽ ആ മണ്ണിൽ ദൈവത്തിന്റെ ശക്തി അങ്ങ് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇരുട്ട് മാറണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അവിടെ തിരി കത്തിക്കണം, അവിടെ പ്രകാശം നിറയണം. പ്രാർത്ഥന ഉയർന്നാൽ ഉറപ്പിച്ചോ, അവിടെ പിന്നെ പിശാചിനിരിക്കാൻ പറ്റിയല്ല. സാത്താന്റെ അടിത്തറ തകർക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന. ശ്രദ്ധിച്ചോളൂ, കുടുംബ പ്രാർത്ഥന കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ആ മണ്ണിൽ സാത്താൻ ഇരിക്കാൻ പറ്റിയല്ല. സാത്താന്റെ തന്ത്രം എന്താ? ആദ്യം നമ്മളെ തമ്മിൽ വിഘടിപ്പിക്കും, കുടുംബ അംഗങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കും, പലതരത്തിൽ വിഘടിപ്പിക്കും. എന്നിട്ട് ആ കുടുംബ പ്രാർത്ഥന നശിപ്പിച്ചു കളയും. അതാണ് സാത്താൻ്റെ ഒരു തന്ത്രം. അത് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിൽ അങ്ങനെ കുടുംബ പ്രാർത്ഥന നശിച്ചു പോയെങ്കിൽ വീണ്ടും ആരംഭിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ നല്ല പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല പ്രാർത്ഥനയാണ്, സമ്മതിച്ചു. വീട്ടുകാരോ? അച്ഛാ അവരൊക്കെ അവരുടേതായ ഒരു പ്രാർത്ഥനാ ശൈലി ഉള്ളവരാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ അച്ഛാ, ഞാൻ എൻ്റെ മുറി ഇരുന്നുകൊണ്ട് എനിക്ക് കുറേ പ്രാർത്ഥനകളുണ്ട്, അതെല്ലാം ഞാൻ ചെല്ലും, വിശ്വസ്തയോടെ ചെയ്തു. ബാക്കിയുള്ളവരോ? അവരവരുടേതായ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് മതിയോ? പോരാ. ഇവിടെ സംഭവിക്കുന്ന എന്നാ? സാത്താൻ അവന്റെ തന്ത്രം കൊണ്ട് ഇട്ടിരിക്കുക, വിഘടിപ്പിച്ചു കളഞ്ഞെന്ന്. ഭാര്യ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളും ജീവിത പങ്കാളി അവിടെ എവിടെയും കണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല അച്ഛാ. ഭാര്യ പറയും, എനിക്കറിയത്തില്ല. അവര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും അച്ഛാ. ഞാൻ പറഞ്ഞു, അപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചുകൂടെ? എൻ്റെ അച്ഛാ, കാലമൊക്കെ മാറിയില്ലേ, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, ഞാനൊക്കെ വളർന്ന വീട്ടില്. അച്ഛ, ഇപ്പൊ കാലം മാറി അച്ഛാ. അവരുടെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതല്ലേ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പ്രാർത്ഥിച്ചോട്ടെ. നമ്മളായിട്ട് ശല്യപ്പെടുത്തുന്നില്ല, നമ്മളായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കുടുംബത്തിലുള്ളവരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇരുത്തുക എന്നുള്ളത് നിന്റെ കടമയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കുടുംബത്തിലുള്ളവരെ വിളിക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക്. പറഞ്ഞു കൊടുത്തേ. വിളിക്കണമെന്ന്. കുടുംബത്തിലുള്ളവരെ. ഇത് ചില വീടുകൾ കണ്ടിട്ടില്ലേ, കുടുംബനാഥയുടെ പണിയാണ് കുടുംബ പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. നാളൊരു ചേച്ചി എന്നോട് പറഞ്ഞു, അല്ല അച്ഛാ ഞാൻ മടുത്തു കേട്ടോ, എത്ര നാളായി. ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അച്ഛാ 3 കുട്ടികളുണ്ട്, 7 മണി മുതൽ ഇതിങ്ങടെ പുറകെ നടക്കണം. ഒരുത്തനെ വിളിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തുമ്പോൾ മറ്റത് അങ്ങോട്ട് പോകും, അതിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് അങ്ങോട്ട് പോകും.
7 മണി മുതൽ ഞാൻ 1.5 മണിക്കൂർ യുദ്ധം ചെയ്താലാണ് 8:30 പ്രാർത്ഥന തുടങ്ങുന്നത്. എത്ര നാളായി തുടങ്ങുന്നത്? ഈ കുഞ്ഞുങ്ങളെ 3 കൂടെ തടുത്തുകൂട്ടി വരുമ്പോൾ ദേ കെട്ടിയവൻ ഇറങ്ങി അങ്ങോട്ട് പോകണം. എൻ്റെ അച്ഛൻ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ? ഞാനിനി പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല, ഞാനിനി വിളിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ എന്ത് വേണം ചെയ്തോട്ടെ, ഞാനെങ്ങും വിളിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഓർത്ത് നോക്കിയേ, വിളിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ പ്രാർത്ഥന നടക്കിയല്ല. പ്രാർത്ഥന നടന്നില്ലെങ്കിൽ ആര് മാറിയിരുന്ന് ചിരിക്കും? ഭർത്താവോ? അല്ല, പിശാച് മാറിയിരുന്നൊരു ചിരി ചിരിക്കും. കാരണം അവൻ്റെ പരിപാടി വിജയിച്ചു. നമ്മുടെ കുടുംബത്തെ വിഘടിപ്പിക്കുക, കുടുംബ പ്രാർത്ഥന നശിപ്പിക്കുക എന്നുള്ളത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവേ ഉള്ളൂ, മതി, മക്കൾ വിദേശത്താണ്, ആയിക്കോട്ടെ. ഈ ഭാര്യയും ഭർത്താവും കൂടെ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന ജപമാല അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ മണ്ണിലുണ്ടല്ലോ വലിയൊരു ദൈവ അനുഭവം അവിടെ വെളിപ്പെടും. സാത്താൻ ഇരിക്കാൻ പറ്റിയല്ല. പിശാചിരിക്കുന്ന മണ്ണിന്റെ പ്രത്യേകത എന്താ? അവിടെ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്. പ്രകാശം നിറഞ്ഞാൽ ഇരുട്ട് താനെ മാറിക്കോളും. കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഏതെങ്കിലും മണ്ണിനോടോ വീടിനോടോ സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ആ മണ്ണിൽ പ്രാർത്ഥന ഉയർത്തുക. കഷ്ടപ്പെട്ട ഒത്തിരി പ്രാർത്ഥനകളൊന്നും വേണ്ടെന്ന്. ആ മണ്ണിലിരുന്നുകൊണ്ട് ജപമാല ചൊല്ലാം, ആ മണ്ണിലിരുന്നുകൊണ്ട് കുരിശിന്റെ വഴി ചെല്ലാം, ആ മണ്ണിലിരുന്നുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പലതരത്തിൽ പ്രാർത്ഥനകൾ ഉയർന്നു കഴിഞ്ഞാൽ സാത്താൻ അവിടെ ഇരിക്കാൻ പറ്റില്ല, അവൻ പൊക്കോളും. നിന്നെ പിശാചിന് പേടിക്കണം. ഇപ്പൊ നമ്മൾ അവനെയാണ് പേടിച്ചോണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിന്റെ നമുക്കറിയാമല്ലോ 18 തിരുവചനം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 28, മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിന്റെ അവസാന വചനങ്ങളാണ് കേട്ടോ. സെന്റ് മാത്യൂസ് ഗോസ്പൽ മത്തായിയുടെ സുവിശേഷം 28 അതിന്റെ 18 തിരുവചനം ഒന്ന് വായിച്ചേ. 28:18. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ പറയാണ്, ഇത്രയും നാളും സാത്താന്റെ അധികാരത്തിലായിരുന്നവയെല്ലാം യേശു തന്റെ കുരിശുമരണത്തിലൂടെ രക്തം വിലയായി കൊടുത്ത് തിരിച്ചു പിടിച്ചു. എന്നിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, ദേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അധികാരം നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. ആമേൻ. അധികാരം നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. നിന്റെ സമാധാനത്തിന്റെ അധികാരം ആരുടെ കയ്യിലാ? പറഞ്ഞേ. ഭർത്താവല്ല, ഭർത്താവ് സമാധാനം തരുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കർത്താവ്, കേട്ടോ, കർത്താവിൽ മാത്രം വിശ്വസിച്ചോണം. നിന്റെ സമാധാനം, നിന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തമ്പുരാൻ കർത്താവ് നൽകുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് 19 തിരുവചനം വായിച്ചേ. 19 തിരുവചനം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും കണ്ടോ, എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. നിങ്ങൾ പോയിട്ട് എല്ലാ ജനതകളെയും നിങ്ങൾ പോണം. എന്തിന്? ഈ പറഞ്ഞ വലിയൊരു ശുശ്രൂഷയിൽ പങ്കുവറ്റാൻ. നമ്മുടെ വീടും നമ്മുടെ വീടിനോട് ചുറ്റുവട്ടത്തുള്ള ദേശത്തൊക്കെ ഈ വലിയൊരു അഭിഷേകം, അതായത് സാത്താനെ തോൽപ്പിക്കുന്ന കൃപ, നമ്മൾ പോകുന്നിടങ്ങളിൽ 16 തിരുവചനം ഒന്ന് വായിച്ചേ. മാത്യു 28:16 16 തിരുവചനം വായിച്ചോ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. എന്നിട്ട് അടുത്ത വചനം, അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈശോ നൽകുന്ന വലിയൊരു സാന്ത്വന വചനം എന്നാണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ഈ അധികാരം വെളിപ്പെടും.